പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഏശയ്യ 1:19 തിരുവചനം പറയുന്നു, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയാകും. നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് ഐശ്വര്യപൂർണമായ ഒരു ജീവിതമാണ്. അതിനുള്ള വഴിയാണ് കർത്താവ് അരുളി ചെയ്യുന്നത്, അനുസരിക്കാൻ സന്നദ്ധരാണെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. എന്താണ് നാം അനുസരിക്കേണ്ടത്? ദൈവത്തിൻ്റെ വചനങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളുമാണ് നാം അനുസരിക്കേണ്ടത്. എന്നാൽ നമ്മുടെ അഹങ്കാരവും ഈ ലോകത്തോടുള്ള നമ്മുടെ അമിതമായ മോഹങ്ങളും ആഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കൊണ്ടുപോവുകയാണ്. നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയില്ല. ദൈവം നമ്മുടെ ആത്മരക്ഷയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. നാം ലോകത്തിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ട്, ലോക സുഖങ്ങളിൽ മുഴുകിപ്പോകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വചനം പാലിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് പ്രയാസം തോന്നുന്നു. അത് ബുദ്ധിമുട്ടാണ് എന്ന് നാം പലപ്പോഴും പറയാറുമുണ്ട്. എന്നാൽ പ്രഭാഷകൻ 15:15 തിരുവചനം പറയുന്നു, മനസ്സ് വെച്ചാൽ കൽപ്പനകൾ പാലിക്കാൻ നിനക്ക് സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നു 4:4 വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുകയാണ് ചെയ്യുന്നത്. ജെറമിയ 13:17 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. നാം നമ്മുടെ ഇഷ്ടപ്രകാരം ഈ ലോകമോഹങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ ആത്മാവിനെ നാം വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യോഹന്നാൻ 14:17 സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ഈ ലോകത്തിന് സാധിക്കുകയില്ല എന്ന് തിരുവചനം പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 7:51 തിരുവചനം പറയുന്നു, നിങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു. അപ്പം നാം പാപം ചെയ്യുമ്പോൾ, ദൈവവചനത്തെ നിരസിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുകയാണ് ചെയ്യുന്നത്. നാം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രലോഭനങ്ങളിൽ നാം വീണുപോകുന്നത്? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്. വിശുദ്ധ ലിഖിതങ്ങളായ ദൈവത്തിൻ്റെ വചനങ്ങൾ നാം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ തക്ക സമയത്ത് ദൈവത്തിൻ്റെ വചനങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മിപ്പിച്ചു തരും. തെറ്റുകൾ വീഴാതെ, പ്രലോഭനങ്ങളിൽ വീഴാതെ നമ്മെ നയിക്കുകയും ചെയ്യും. വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നു, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുവിൻ. അപ്പോൾ വചനം സ്വീകരിച്ച്, വചനം അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോഴാണ് ദൈവത്തിൻ്റെ ആഗ്രഹവും സാധിച്ചു കിട്ടുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കാതെ ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.